ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ നമ്മൾ ഏതൊരു കാര്യമായിരുന്നാലും ശരി, അനുഭവത്തിലൂടെയാണ് ഏതൊരു കാര്യവും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരാളെ കുറിച്ച് ഇപ്പോൾ ഒരു 4 പേര് പോട്ടെ 400 പേര് മോശം പറയുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ അവരോട് എങ്ങനെ ഇടപെടുന്നു, അവര് നമ്മളോട് എങ്ങനെ ഇടപെടുന്നു, ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത്. മറ്റുള്ളവർക്ക് എന്ത് തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളോട് അവരെങ്ങനെയാണ്, നമ്മളുടെ അടുത്ത് ഇടപെടുമ്പോഴല്ലേ അവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് ചിലർ പറയുക, അയ്യോ നിങ്ങളെ കുറിച്ചിട്ട് അവർ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, നിങ്ങളെ കുറിച്ചിട്ട് കേട്ടത് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ അനുഭവത്തിലൂടെ BJP വരുന്നതിന് മുമ്പ് തന്നെ അയ്യോ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ പിടിച്ച് കുലുക്കിക്കളയും, ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കും, പിന്നീട് ഒരു മുസ്ലിമിന് പോലും ഇന്ത്യയിൽ സ്വൈരമായി ജീവിക്കാൻ കഴിയില്ല, മസ്ജിദുകള്, പള്ളികൾ, അയ്യോ അറബി കോളേജുകള്, അതുപോലെ മതസ്ഥാപനങ്ങള്, ഒരു രക്ഷയുമില്ല, കഴിഞ്ഞു. ചില ആളുകൾ ഇരുന്നങ്ങ് തീർപ്പ് കൽപ്പിച്ചു. സോഷ്യൽ മീഡിയയിലുണ്ട് ചില വക്കീലന്മാർ, ചില ജഡ്ജുമാർ, ചില ജഡ്ജിങ് പാനലിസ്റ്റുകൾ, അവരങ്ങ് തീരുമാനിക്കും ഇവിടെ ഇനിയും എന്ത് സംഭവിക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ വേറെ ചില ആളുകൾ വന്നിട്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായം എഴുന്നള്ളിക്കും. അതിനവർക്ക് സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇമാം കൗൺസിലിന്റെ ആളുവരെ, പേഴ്സണൽ ലോയുടെ ഇമാമു വരെ, ജമാഅത്ത് കൗൺസിലിന്റെ ഇമാമു വരെ, അങ്ങനെ മുസ്ലിം സംഘടനകളിലെ നേതൃനിര മുഴുവനും BJPയിലേക്ക് ഓടി അടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ രാജ്യം അവരുടെ കരങ്ങളിൽ വളർച്ച പ്രാപിക്കുന്നു. നമ്മൾ നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്ന സാഹചര്യത്തിൽ നിർഭയരായിരിക്കുന്നു, സുരക്ഷിതരായിരിക്കുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ലോക നേതാവായി അംഗീകരിക്കപ്പെടുന്നതും കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതും. അയ്യോ ദുബൈയില് നരേന്ദ്രമോദി ഒന്ന് വന്നു നോക്കട്ടെ, കാണാലോ. സൗദിയില് പറ്റില്ല. ഈ പറയപ്പെട്ട രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ആരാധനാലയം വരെ നരേന്ദ്രമോദിയുടെ ഒരൊറ്റ വാക്കിൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്വീകാര്യയോഗ്യനായിട്ടുള്ള നേതാവാണ് നരേന്ദ്രമോദി. ഖത്തറാണെങ്കിലും കുവൈത്താണെങ്കിലും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ന് നരേന്ദ്രമോദിയുമായി സൗഹൃദമുണ്ടാക്കാൻ, നരേന്ദ്രമോദിയുമായി കരാറുണ്ടാക്കാൻ, ഇന്ത്യക്കാരെ അംഗീകരിക്കുന്ന കാര്യത്തിൽ പരസ്പരം മത്സരിക്കുന്ന നല്ല കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് BJPക്ക് ഏറ്റവും കൂടുതൽ ജനപിന്തുണ ലഭിക്കുന്നത്. ഡൽഹിയെ ഭരിച്ചു മുടിച്ച് ഡൽഹിയെ ഒരു ബംഗ്ലാദേശാക്കി മാറ്റിയ കെജ്രിവാൾ സർക്കാരിനെ പിന്തള്ളി ഇന്ന് BJP മുന്നിൽ വരാനുള്ള കാരണം എന്താണ്? ജനങ്ങൾ പഠിക്കുന്നു, ജനങ്ങൾ മനസ്സിലാക്കുന്നു, അവർ പുതിയതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ, പരീക്ഷിക്കാൻ തയ്യാറാകുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ 1 മണിക്കൂർ പിന്നിടുമ്പോൾ 27 വർഷത്തിന് ശേഷം ഇന്ദ്രപ്രസ്ഥം BJP തിരിച്ചു പിടിക്കുന്നതിന്റെ സൂചനകളാണ് വ്യക്തമാകുന്നത്. 5ലേറെ തവണയാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ചിത്രം മാറി മറിഞ്ഞത്. നിലവിൽ 48 സീറ്റ് മുന്നിലാണ് BJP. AAP പാർട്ടിയുടെ കുത്തക തകർത്തുകൊണ്ട് BJP ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം കടന്നു കഴിഞ്ഞു. 21 സീറ്റ് AAPയും കോൺഗ്രസ് 1 സീറ്റുമാണ് നേടിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി നേടിയത് 21 സീറ്റ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 27 വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രപ്രസ്ഥം BJP തിരിച്ചു പിടിക്കുന്നു. AAP പാർട്ടിയെ ഏതാണ്ട് അടിച്ചൊതുക്കി ഒരു മൂലക്കിരുത്തിയിട്ടാണ് BJP ലീഡ് നില ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കേവല ഭൂരിപക്ഷം കടന്ന് കേവല ഭൂരിപക്ഷത്തിന് 36 സീറ്റ് വേണ്ടിടത്ത് BJP ഇതിനോടകം 40 സീറ്റിന് മുന്നിലാണ്. ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു 40 സീറ്റ് ഇതിനോടകം തന്നെ BJP നേടി കഴിഞ്ഞു. BJPയുടെ പ്രമുഖ നേതാക്കളായ രമേശ് ബിധൂരിയും പർവേശ് വർമ്മയും കൈലാഷ് ഗെലോട്ടും മുന്നിൽ നിൽക്കുകയാണ്. BJPക്ക് 40 സീറ്റും AAPക്ക് 30 സീറ്റും കിട്ടാനാണ് സാധ്യതകൾ അത്രേ. അങ്ങനെ വന്നാൽ ഡൽഹിയിൽ അതിശക്തമായ പ്രതിപക്ഷമായി നിലയുറപ്പിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയും അത്രേ.
അപ്പോഴും BJPക്ക് ഡൽഹി ഭരണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്ന് സാരം. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ നേതൃനിര ഒന്നാകെ കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. മുഖ്യമന്ത്രി അതീഷിയും AAPയുടെ മുഖമായിട്ടുള്ള കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ളവർ ചെറിയ വോട്ടിനാണെങ്കിലും ശരി തുടക്കത്തിൽ തന്നെ പിന്നിലായിരുന്നു. രണ്ടാം റൗണ്ടിൽ കെജ്രിവാൾ അല്പം ലീഡ് ചെയ്തു. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണുള്ളത്. AAP വോട്ട് ബാങ്കായിരുന്ന മധ്യവർഗം അവരെ കൈവിടുന്നതിന്റെ സൂചനയാണ് ലീഡിൽ തെളിയുന്നത്. കഴിഞ്ഞ 2 തവണയും വട്ടപൂജ്യമായിരുന്ന കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫലം നിരാശയാണ് നൽകുന്നത്. ഇപ്പോഴത്തെ ലീഡ് നില BJP നിലനിർത്തിയാൽ AAP യുഗത്തിന്റെ അവസാനം BJP തന്നെ കുറിക്കും. 19 എക്സിറ്റ് പോളുകളിൽ 11 എണ്ണവും BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രവചിച്ചതാണ് നേരത്തെ. യമുന നദിയിലെ മലിനീകരണം ആം ആദ്മിക്ക് തിരിച്ചടിയായപ്പോൾ ബജറ്റിലെ ജനപ്രിയ പ്രഖ്യാപനം BJPക്ക് അനുകൂലമായി. 60.54% പോളിംഗ് ആണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. 62.59% പോളിംഗ് നടന്ന 2020 62 സീറ്റ് നേടിയാണ് ആം ആദ്മി അധികാരത്തിൽ കയറിയത്. അന്ന് 8 സീറ്റിൽ മാത്രമായിരുന്നു BJP ജയിച്ചത്. 2015 ഇത് തന്നെയായിരുന്നു പരിതാപകരമായ സാഹചര്യം. അന്ന് AAP 67 സീറ്റിൽ വിജയിച്ചപ്പോൾ BJP നേടിയത് 3 സീറ്റ് മാത്രമായിരുന്നു. മനുഷ്യൻ മാറി ചിന്തിക്കുന്നു. ആ 3 സീറ്റ് കിട്ടിയിടത്ത് 30 കഴിഞ്ഞു, 40 കടന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വളർച്ച കേന്ദ്ര സർക്കാർ BJPക്കാരാണ്. അവർ ഈ രാജ്യത്തെ എവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ശേഷി ഇന്ന് ജനങ്ങൾക്കുണ്ട്. AAP, BJP, കോൺഗ്രസ് എന്നീ പ്രമുഖ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ ഡൽഹി വേദിയായത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് AAP അധികാരത്തിലെത്തിയത്. എന്നാൽ ഇക്കുറി ഫലം മറിച്ചായി. 60.54% പോളിംഗ് ആണ് ഇത്തവണ ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. അതിനകത്ത് കണ്ടില്ലേ, 19 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും 10,000 പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ത്രിതല സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തി. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും 2 കമ്പനി അർദ്ധ സൈനിക സേനയെയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. 2 മെറ്റൽ ഫ്രെയിം ഡിറ്റക്ടറുകൾ, അതുപോലെ ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടറുകൾ, എക്സ്റേ മെഷീനുകൾ, ഇതൊക്കെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. ഒറ്റഘട്ടമായി നടന്ന തിരഞ്ഞെടുപ്പിൽ 1.56 കോടി വോട്ടർമാർ 13,766 പോളിംഗ് സ്റ്റേഷനുകളിലായി 699 സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടർമാരിൽ 83.76 ലക്ഷം പുരുഷന്മാരും 76.36 ലക്ഷം സ്ത്രീകളും 1267 പേർ ട്രാൻസ്ജെൻഡറുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നോക്കണം. അപ്പോൾ ആളുകൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇന്ന് സോഷ്യൽ മീഡിയ എമ്പാടും ധാരാളമാണ്. കാരണം ആര് എന്ത് എവിടെ ഈ ലോകത്തിന്റെ ഏതു കോണിൽ ചെയ്താലും ശരി കൃത്യമായ രൂപത്തിൽ ജനങ്ങൾക്ക് അത് അറിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ എന്തിനവർ ഭയക്കണം? അതുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിയും വളർച്ചയും സുരക്ഷയും സുരക്ഷിതത്വവുമാണ് ഏതൊരു പൗരനും പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവൻ BJP സപ്പോർട്ട് ചെയ്തേ മതിയാകൂ. കാരണം ദേശീയത വേണം. രാഷ്ട്രമുണ്ടെങ്കിലേ നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂ. ഓക്കെ, നന്ദി.